ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊരു പോഡ്കാസ്റ്റ് കാണുന്നു. അയാള് വളരെ അഭിമാനത്തോട് പറയാ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്. നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? നിങ്ങക്ക് മനസ്സിലായില്ലേ? 11 കോടിയാണ് ഒരു വർഷം OP. നമ്മുടെ നാട്ടിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ നാളെ പറയാനിടയുള്ളത് 3 കോടി കൂടുതലല്ലേ കേരളത്തിൽ ജനസംഖ്യയുള്ളൂ, പിന്നെ എങ്ങനെയാ 11 കോടി OP വന്നതെന്നായിരിക്കും അടുത്ത പ്രചാരവേല വരാനിടയുള്ളത്. ഈ 3 കോടി ജനങ്ങൾ ഒരു വർഷം പലതവണ OPയിൽ വരുന്നതാണ് ഈ 11 കോടി. ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് വളരെ കൗതുകകരമായൊരു വീഡിയോ കാണുകയുണ്ടായി. ഞാൻ ഒന്നുകൂടി നോക്കിയത് AI ആണോ അതോ റിയൽ ആണോ നോക്കിയതിന്റെ റിയലാ. കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നയാൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയുകയാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5 എന്നുള്ളത് ചിലർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. എന്താ അതിന് കാരണം? അതിന് കാരണം ഈ കുട്ടികൾ, അത് ചെറുപ്പക്കാരാണല്ലോ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരെല്ലാം വിദേശത്തേക്ക് പോവാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയില്ലേ? നമ്മളിങ്ങനെ അന്തം വിട്ടിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന, ടെക്നോളജിയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ ദേശീയ രാഷ്ട്രീയ നേതാവാണ് ഇത് പറയുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരറിയാം. അതാണ് ഈ 5-ൽ നിൽക്കുന്നത്. വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി, ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവുന്നു. അത് നല്ല കാര്യമാണ്. ഏറ്റവും കമ്മിയുള്ള സ്റ്റേറ്റ് കേരളമാണ്. അതും നല്ല കാര്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ അത് എന്തുകൊണ്ട് CPM ഇത് പറയുന്നില്ല? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഇവിടുന്നാണ്. ആവറേജ് ലൈഫ് സ്പാൻ, ഇവിടെ താമസിക്കുന്ന ആവറേജ് ലൈഫ് ഏജ് സ്പാൻ ഏറ്റവും കൂടുതൽ കേരളത്തിനാണ്. ആവറേജ് ഏജ് സിറ്റിസന്റെ. അതും മോർട്ടാലിറ്റി അല്ല, അതും ഇൻഫന്റ് ബർത്തിൽ കോറിലേഷൻ ഉണ്ട്. ഒരു ആവറേജ് ഏജ്, ഒരു സംസ്ഥാനത്തിന്റെ ആവറേജ് ഏജ് 60-50 എല്ലാം ആയാൽ അതിൽ ചൈൽഡ് ബർത്തിന്റെ ഡയറക്റ്റ് കോറിലേഷൻ ആണ്. ചൈൽഡ് ബർത്തും ഇൻഫന്റ് മോർട്ടാലിറ്റിയിൽ കോറിലേഷൻ ഉണ്ട്.